ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന് തിരിച്ചടി. ജോർജിന് മുൻകൂർ ജാമ്യമില്ല. പി വി കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സി എൻ പ്രകാശ്, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ചേരുന്നുണ്ട്. സി എൻ പ്രകാശ്, ഇപ്പോൾ പി സി ജോർജിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മതവിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യമില്ല. എന്താണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്? മുസ്ലിം വിരുദ്ധ പരാമർശ കേസിൽ BJP നേതാവായിട്ടുള്ള മുൻ MLA കൂടിയായിട്ടുള്ള പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ആണ് തള്ളിയിട്ടുള്ളത്. പി സി ജോർജ് നിരന്തരം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ടുള്ള വാദം. നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ഈ കാര്യത്തിലാണ് പ്രധാനമായിട്ടും ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അഡ്വക്കേറ്റ് സി എം പ്രകാശ്, കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അന്ന് പി സി ജോർജിന്റെ അഭിഭാഷകൻ പറഞ്ഞതാണ് ഈ തത്സമയ ചാനൽ ചർച്ചയിൽ പറ്റിയ അബദ്ധമാണ്, അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു അബദ്ധം തുടർച്ചയായി സംഭവിക്കുന്നു. കാരണം പി സി ജോർജ് നമുക്കറിയാം, എന്ത് വായി തോന്നിയത് എന്താണെങ്കിലും വിളിച്ചു പോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കടുത്ത ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പി സി ജോർജിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഇതിൽ പി സി ജോർജിന് തിരിച്ചടിയായത് എന്താണ്? ഇതുപോലുള്ള തുടർച്ചയായിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങളാണോ, അതോ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലെ കോടതി അല്ലെങ്കിൽ നിയമവ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണോ ഈ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാൻ കാരണമായത്? പി സി ജോർജ് മുൻപും മതവിദ്വേഷം വളർത്തുന്ന കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. പി സി ജോർജിന്റെ പരാമർശം ഗൗരവമുള്ളതാണ്. 40 വർഷം MLA ആയിരുന്ന അനുഭവ സമ്പത്തുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ്. വിവാദ പരാമർശം നടത്തുമ്പോൾ മുൻ ജാമ്യ വ്യവസ്ഥ മനസ്സിലാക്കണം എന്നും കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്. ഒപ്പം നിരന്തരം അബദ്ധമാണ് പി സി ജോർജിന്റേത് എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. അബദ്ധമാണ് പറ്റിയതെന്ന് പി സി ജോർജിന്റെ അഭിഭാഷകൻ വാദത്തിനിടെ സമ്മതിച്ചെങ്കിൽ പോലും അത് ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മതവിദ്വേഷം വളർത്തുന്ന പ്രസ്താവന നടത്തിയതിന് 4 കുറ്റകൃത്യങ്ങൾ പി സി ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, പി സി ജോർജിന് മുൻകൂർ ജാമ്യമില്ല, അങ്ങനെയെങ്കിൽ അടുത്തുനിന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കുമല്ലോ. സ്വാഭാവികമായും ഈ പോലീസ് ഉടൻ തന്നെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കിടക്കുമോ? പി സി ജോർജ് ഇപ്പോൾ എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ആജ്ഞ? മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സാഹചര്യമാണ് ടോമുള്ളത്. ടോം സൂചിപ്പിച്ചതുപോലെ അടുത്ത നടപടി പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 വർഷം MLA ആയിരുന്ന, ഇത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ പൊതു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ നിരന്തരം മതവിദ്വേഷ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ നടത്തുന്നത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. നേരത്തെ തന്നെ 4 തവണയാണ് പി സി ജോർജ് ഇത്തരത്തിൽ മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് കോടതിയിൽ ഇത് അബദ്ധം പറ്റിയതാണ്, പി സി ജോർജിന് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ കോടതി അതിനെയും തള്ളിക്കളയുകയുണ്ട്. കാരണം നിരന്തരം അബദ്ധം പറ്റുന്ന ഒരാളായിട്ട് പി സി ജോർജ് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഈ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ ജാമ്യ കാലാവധിയിൽ ഈ ഇത്തരം പരാമർശങ്ങൾ കൊണ്ട് തന്നെ പി സി ജോർജ് ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചതായും കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പോലീസ് തന്നെ 4 തവണ പി സി ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയതായിട്ട് കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് തന്നെയാണ് ഈ മതവിദ്വേഷ പ്രസംഗം പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. വലിയ കുറ്റകൃത്യമാണ് ഇന്ത്യൻ നിയമമനുസരിച്ച്. അതുകൊണ്ട് തന്നെ അത്തരം ശിക്ഷാ നടപടികളിലേക്ക് തന്നെയാണ്, അത് അനുശാസിക്കുന്ന ശിക്ഷാ നടപടികളിലേക്ക് തന്നെയാണ് പോലീസിന്റെ അടുത്ത നീക്കം എന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഇത് കേസ് പരിഗണിച്ചത്. നേരത്തെ തന്നെ ഇതിൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നൊരു നിലപാട് തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നിരന്തരം ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വരുന്നു. നിരന്തരം അതല്ലെങ്കിൽ ഈ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൽ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളും പരാമർശങ്ങളും അല്ല പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരം പരാമർശങ്ങൾ നേരത്തെ ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട്. ഒരുപാട് തവണ ഇത്തരം അബദ്ധങ്ങൾ പി സി ജോർജിന് പറ്റിയിട്ടുണ്ടും എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ജാമ്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ സിറ്റിംഗിലും കോടതി പറയാതെ പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത ഭാഷയിലായിരുന്നു പി സി ജോർജിനെതിരെ കഴിഞ്ഞ ദിവസം കോടതി വിമർശനം ഉന്നയിച്ചത്. ഇത്തരത്തിൽ എല്ലാവരും കോടതി ഉത്തരവുകൾ ലംഘിച്ചാൽ എന്ത് ചെയ്യും? പി സി ജോർജ് 40 കൊല്ലമായി പൊതുപ്രവർത്തകനും MLA യും ഒക്കെ ആയിരുന്നില്ലേ? അത്തരമൊരാൾ എങ്ങനെയാണ് കോടതി ഉത്തരവ് ലംഘിക്കുന്നതെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ചോദിച്ചതാണ്. വലിയ രൂക്ഷമായ രീതിയിലുള്ള വിമർശനമായിരുന്നു കോടതി അന്ന് ഉന്നയിച്ചത്. എന്തായാലും മുൻകൂർ ജാമ്യം പി സി ജോർജിനില്ല. സ്വാഭാവികമായിട്ട് ഇനി മേൽക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാം. അത്തരമൊരു സാവകാശം പോലീസ് കൊടുക്കുമോ, അതോ ഒരു തിടുക്കപ്പെട്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുമോ? കാരണം ഇത് നേരത്തെ കോടതി സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ട സംഭവമല്ല. പി സി ജോർജ് പതിവായി ഇതുപോലുള്ള വർഗീയ പരാമർശങ്ങൾ, മതവിദ്വേഷ പരാമർശങ്ങൾ നടത്താറുണ്ടല്ലോ. ഇനിയും പോലീസ് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച തയ്യാറാകുമോ? ഒരു ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമോ? പി സി ജോർജിന് ഹയർ കോടതിനെ സമീപിക്കാനുള്ള സാവകാശം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല, ഈ കോടതി സൂചിപ്പിച്ചതുപോലെ നിരന്തരം ഇത്തരത്തിൽ മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ പോലീസിന് ഉടനടി ഇത് വേണമെങ്കിൽ അതിൽ തീരുമാനമെടുക്കാവുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോടതിയുടെ കടുത്ത വിമർശനമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. കാരണം 40 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യം, രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഒക്കെയുള്ള പി സി ജോർജ് 40 കൊല്ലം MLA ആയിരുന്ന ആൾ എങ്ങനെയാണ് ഇത്തരത്തിൽ നിരന്തരം ഇത്തരം മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത്? അതല്ലെങ്കിൽ ആളുകൾ പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന പരാമർശങ്ങളൊക്കെ നിരന്തരമായി പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാനാവുക എന്നുള്ള ചോദ്യമാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും ഈ കടുത്ത വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തള്ളും എന്നുള്ള, അല്ലെങ്കിൽ ജാമ്യം നൽകാനുള്ള സാധ്യതയില്ല എന്നുള്ള പരാമർശത്തിൽ കോടതി ഉറച്ചു നിന്നതും അങ്ങനെയാണ്. അത് നേരത്തെ തന്നെ പോലീസ് ഈ 4 കേസുകൾ, അതായത് മതവിദ്വേഷ പരാമർശങ്ങൾ പി സി ജോർജ് നടത്തിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 4 കേസുകൾ ഉണ്ട് എന്ന് തന്നെ കോടതിയെ പോലീസും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസ് ഈരാറ്റുപേട്ടയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തെ പരാമർശിക്കുന്ന തരത്തിലുള്ള മതവിദ്വേഷ പരാമർശം നടത്തിയതിനാണ് പി സി ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 2002 ഹൈക്കോടതി മറ്റൊരു വിവാദമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് പി സി ജോർജിന് നിർദ്ദേശം നൽകിയതാണ്. അത് തുടർച്ചയായി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും വർഗീയ പരാമർശങ്ങൾ, മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതോടെയാണ് പി സി ജോർജിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ പി സി ജോർജിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരിക്കുകയാണ്.